നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഒരുപാട് പേര് കമന്റ്സിലൂടെ ചോദിച്ച ഒരു ടോപ്പിക്കാണ് നിലവിലെ കേരള മന്ത്രിസഭ, മന്ത്രിമാരും വകുപ്പുകളും. PSC 1 മാർക്ക് ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് വകുപ്പുകളുണ്ട്, അത് PSC എടുത്തു വെച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ വകുപ്പുകളും മന്ത്രിമാരും നമ്മൾ പഠിച്ചിരിക്കുക. എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. നിലവിലെ കേരള മന്ത്രിസഭ 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്. 15ാം കേരള നിയമസഭയിൽ നിലവിൽ 21 മന്ത്രിമാരാണുള്ളത്. മുഖ്യമന്ത്രി അടക്കം നിലവിൽ 21 മന്ത്രിമാരാണുള്ളത്. ആ ഓരോ മന്ത്രിമാരും ആരൊക്കെയാണ്, അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെ? ആദ്യം തന്നെ ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പൊ പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി. ശ്രീ കെ രാജൻ, റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി. റവന്യൂ വകുപ്പ് മന്ത്രി ആര്? കെ രാജൻ. പാർപ്പിട വകുപ്പ് മന്ത്രി ആര്? കെ രാജൻ. റോഷി അഗസ്റ്റിൻ, ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ജലവിഭവ വകുപ്പ് മന്ത്രി ആരാ? റോഷി അഗസ്റ്റിൻ. വൈദ്യുതി മന്ത്രി ഇമ്പോർട്ടന്റ് ആണ്, കെ കൃഷ്ണൻകുട്ടി. ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി മന്ത്രി. വൈദ്യുതി മന്ത്രി ആരാ? കെ കൃഷ്ണൻകുട്ടി. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ രാജൻ കൈകാര്യം ചെയ്യുന്നത് റവന്യൂ പാർപ്പിടം, റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ വകുപ്പ് മന്ത്രി, കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി മന്ത്രി. വനം വന്യജീവി വകുപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രീ എ കെ ശശീന്ദ്രൻ. ശ്രീ എ കെ ശശീന്ദ്രനാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രി. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഇദ്ദേഹം കുറച്ചു ദിവസം മുന്നെയാണ് മന്ത്രിയായിട്ട് ചുമതലയേറ്റത്. രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. അപ്പൊ രജിസ്ട്രേഷൻ ആര്? രാമചന്ദ്രൻ കടന്നപ്പള്ളി. മ്യൂസിയം, ആർക്കിയോളജി, ആർക്കൈവ്സ് മന്ത്രി ആരാണ്? രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. ഓർക്കുക. അടുത്തത് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇദ്ദേഹവും കുറച്ചു ദിവസമായിട്ടേ ഉള്ളൂ മന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ട്. ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് റോഡ് ഗതാഗതം. അപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ കെ ബി ഗണേഷ് കുമാർ ആണ്. മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ ബി ഗണേഷ് കുമാർ ആണ്. വി അബ്ദുറഹ്മാൻ, കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി. അപ്പൊ കായിക മന്ത്രി ആര്? അതാണ് ഇമ്പോർട്ടന്റ്. കായികം വി അബ്ദുറഹ്മാൻ. കൂടാതെ വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, ന്യൂനപക്ഷം എന്നിവ, ന്യൂനപക്ഷ ക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഡ്വക്കേറ്റ് ജി ആർ അനിൽ. അഡ്വക്കേറ്റ് ജി ആർ അനിൽ ആണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി. ധനകാര്യ മന്ത്രി ഇമ്പോർട്ടന്റ് ആണ്, ശ്രീ കെ എൻ ബാലഗോപാൽ. ശ്രീ കെ എൻ ബാലഗോപാൽ ആണ് ധനകാര്യ മന്ത്രി. ഡോക്ടർ ആർ ബിന്ദു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് PSC ചോദിച്ചത്. ഡോക്ടർ ആർ ബിന്ദു ആണ്. ഡോക്ടർ ആർ ബിന്ദു. ഇപ്പൊ നിലവിലെ മന്ത്രിസഭയിൽ 3 വനിതാ മന്ത്രിമാരാണുള്ളത്. അതിലൊന്നാണ് ഡോക്ടർ ആർ ബിന്ദു. രണ്ടാമത്തെ വനിതാ മന്ത്രിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി. ശ്രീമതി ജെ ചിഞ്ചുറാണി കൈകാര്യം ചെയ്തത് മൃഗക്ഷേമവും ക്ഷീരവികസനവുമാണ്. മൃഗക്ഷേമവും ക്ഷീരവികസനവും കൈകാര്യം ചെയ്യുന്നത് ജെ ചിഞ്ചുറാണിയാണ്. ശ്രീ എം ബി രാജേഷ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ എം ബി രാജേഷ് ആണ്. ഗ്രാമവികസനം, എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ എം ബി രാജേഷ് ആണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ എം ബി രാജേഷ്. ഗ്രാമവികസനം, എക്സൈസ് മുതലായവ ശ്രീ എം ബി രാജേഷ്. അടുത്തത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, ഇമ്പോർട്ടന്റ് ആണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആര്? പി എ മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പ് മന്ത്രി ആര്? പി എ മുഹമ്മദ് റിയാസ്. ഇപ്പോൾ പൊതുമരാമത്ത്, ടൂറിസം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ്. കൃഷി മന്ത്രി ഇമ്പോർട്ടന്റ് ആണ്, ശ്രീ പി പ്രസാദ്. ശ്രീ പി പ്രസാദ് ആണ് കൃഷി മന്ത്രി. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. അടുത്തത് ശ്രീ കെ രാധാകൃഷ്ണൻ, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വകുപ്പ് മന്ത്രി. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദേവസ്വം വകുപ്പ്, ദേവസ്വം മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. പി രാജീവ്, നിയമമന്ത്രി. വ്യവസായം, കയർ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് പി രാജീവ് ആണ്. നിയമം, വ്യവസായം, കയർ. വി ശിവൻകുട്ടി ഇമ്പോർട്ടന്റ് ആണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര്?
തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? അപ്പൊ തൊഴിലും വിദ്യാഭ്യാസവും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ തൊഴിൽ കിട്ടത്തുള്ളൂ. അപ്പൊ തൊഴിലും വിദ്യാഭ്യാസം ആരാണ്? വി ശിവൻകുട്ടി. വി എൻ വാസവൻ സഹകരണം തുറമുഖ മന്ത്രി. സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി എൻ വാസവനാണ്. തുറമുഖ മന്ത്രി ആരാണ്? വി എൻ വാസവൻ. മൂന്നാമത്തെ വനിതാ മന്ത്രിയാണ് വീണ ജോർജ്. ശ്രീമതി വീണ ജോർജ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യം, സ്ത്രീ ശിശു വികസനം. ആരോഗ്യ വകുപ്പ് മന്ത്രി, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ്. ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് വകുപ്പ്, ഇമ്പോർട്ടന്റ് ആണ്, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സാംസ്കാരിക കാര്യങ്ങളുടെ മന്ത്രി സജി ചെറിയാൻ. അപ്പൊ നിലവിൽ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയാനാണ്. സാംസ്കാരിക വകുപ്പ് അതും സജി ചെറിയാനാണ്. അപ്പോൾ 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ്. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രി. എ കെ ശശീന്ദ്രൻ വനം വൈദ്യുതി വകുപ്പ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി ആർക്കൈവ്സ്. കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി, ഇമ്പോർട്ടന്റ്, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം, റോഡ് ഗതാഗതം എല്ലാം കൈകാര്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ ആണ്. വി അബ്ദുറഹ്മാൻ കായിക വകുപ്പ് മന്ത്രി ആര്? വി അബ്ദുറഹ്മാൻ, ഇമ്പോർട്ടന്റ് ആണ്. വഖഫ്, ഹജ്ജ്, തീർത്ഥാടനം, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ. അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി. കെ എൻ ബാലഗോപാൽ ധനകാര്യ വകുപ്പ്. ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി, ഇമ്പോർട്ടന്റ് ആണ്. ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗ സംരക്ഷണവും ക്ഷീരവികസനവും. എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് മന്ത്രിയാണ്. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ്. ശ്രീ പി പ്രസാദ് കൃഷി മന്ത്രിയാണ്. കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമം ദേവസ്വം വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? കെ രാധാകൃഷ്ണൻ. ശ്രീ പി രാജീവ് നിയമം വ്യവസായം കയർ വകുപ്പ്. വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ്. വി എൻ വാസവൻ സഹകരണം തുറമുഖം. വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശു വികസനം. സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക കാര്യം. ഓക്കെ, അപ്പൊ 15ാം കേരള നിയമസഭയാണ് നിലവിലുള്ളത്. 2021 ഏപ്രിൽ മാസം 6-നാണ് കേരള നിയമസഭ ഇലക്ഷൻ നടന്നത്. എത്രാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു? 16ാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ നിലവിൽ 15ാമത്തെ കേരള നിയമസഭയാണ്. എന്തുകൊണ്ട്? തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും 1965 നിയമസഭ നിലവിൽ വന്നില്ല. അതുകൊണ്ടാണ് 15ാമത്തെ നിയമസഭയായി പോയതും 16ാമത്തെ തെരഞ്ഞെടുപ്പായതും. അപ്പൊ കേരള നിയമസഭയിൽ 140 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നിലവിൽ മന്ത്രിസഭയിൽ 21 മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കം. അതിൽ 3 പേർ വനിതാ മന്ത്രിമാരാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിലവിലെ കേരള മന്ത്രിസഭ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷൻ നിങ്ങൾ ഇനി വരുന്ന ഏത് എക്സാമിനും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.